എല്ലാവർക്കും GK World and PSCയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ കായലുകളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതും കുറച്ച് റെയർ ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇതിൻ്റെ 2 ഭാഗങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നാളെ 6 മണിക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് മുൻപത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്കറിയാം കേരളത്തിലെ കായലുകൾ ഓർത്ത് വെക്കാനായിട്ട് ചെറിയൊരു കോഡ് കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് ശുദ്ധജല തടാകങ്ങളാണ്. നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകും കേരളത്തിൽ എത്ര ശുദ്ധജല തടാകങ്ങളുണ്ട്, എന്താണ് ശുദ്ധജല തടാകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ കായലുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ്. അതിനുശേഷം ഞാൻ കോഡ് വെച്ചിട്ടുള്ള കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളുടെ ക്ലാസ് പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും, എന്താണ് നമ്മൾ പറഞ്ഞത്? കേരളത്തിലെ കായലുകൾ. ഇനി എത്ര കായലുകളാണ് കേരളത്തിലുള്ളത്? 37 കായലുകളാണ് അല്ലേ? കേരളത്തിൽ എത്ര കായലുകളുണ്ട്? 37 കായലുകളാണ് കേരളത്തിലുള്ളത്. അതിൽ എത്ര ശുദ്ധജല തടാകങ്ങളുണ്ട്? 7 ശുദ്ധജല തടാകങ്ങളാണുള്ളത്. ഈ 7 പേര് പഠിക്കുക, 7 പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളില്ല. PSCയിൽ ശുദ്ധജല തടാകങ്ങളെ കുറിച്ച് ചോദിച്ച് കാണുന്ന പൂക്കോട്ട് തടാകത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്, പിന്നെ ശാസ്താംകോട്ട തടാകത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്, then വെള്ളായണിക്കായൽ. ഇത്രയും കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും PSCയിൽ ചോദിച്ചു വരുന്നത്. അത് ഞാൻ ഓർത്ത് വെക്കാനുള്ള ഒരു കോഡും അതിനെക്കുറിച്ച് ഈ ക്ലാസ്സിന് ശേഷം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാം, കേരളത്തിൽ എത്ര കായലുകളുണ്ട്? 37 കായലുകളാണ്. അതിൽ 7 എന്താണ്? ശുദ്ധജല തടാകങ്ങളാണ് അല്ലേ? ഇനി ആ ബാക്കി 7 പോയി കഴിഞ്ഞാൽ എത്രയുണ്ട്? 27 അല്ലേ? അപ്പം 27 എന്താണ്? കടലുമായി ബന്ധമുള്ളതാണ്. അപ്പം കടലുമായി ബന്ധമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? ഈ കായലുകൾ ഒഴുകി ചെന്നിട്ട് ഒരു കടലുമായിട്ട് പോയിന്റ് ഉണ്ടല്ലോ, ഒരു കടലുമായിട്ട് എന്ത് ചെയ്യും? ഒഴുകി ചേരും, എത്തും അല്ലെ? അപ്പൊ ആ ഒഴുകി എത്തുന്ന സ്ഥലങ്ങൾ നമ്മളൊരു പേര് പറയും അഴിമുഖങ്ങൾ എന്ന്. അപ്പൊ അങ്ങനെ ചോദ്യം വന്നാലും ഏത് തന്നെയാണ്? 27 അഴിമുഖങ്ങളുണ്ട്. അങ്ങനെയും പഠിച്ചു വെക്കുക. എത്ര അഴിമുഖങ്ങളുണ്ട്? 27 അഴിമുഖങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത്രയും എന്താക്കി വെക്കണം? തറവാക്കി വെക്കണം. അപ്പൊ എത്ര കായലുകളുണ്ടെന്ന് ചോദിച്ചാൽ 37 കായല്. അതിൽ എത്ര തടാകങ്ങളുണ്ട്? ശുദ്ധജല തടാകങ്ങൾ 7 ശുദ്ധജല തടാകങ്ങളുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞു കടലുമായി ബന്ധമുള്ളത് 27 അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലേ? ഇനി PSCയിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു വരുന്ന ആദ്യത്തെ ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലിനെ കുറിച്ച് അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടെ പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. അതോടൊപ്പം അഷ്ടപടി കായലിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേമ്പനാട്ട് കായലാണ്. ഇനി ചെറിയ കായൽ ചോദിച്ചാൽ ഏതാണ്? നമുക്കറിയാം, അത് ഉപ്പളക്കായലാണ്. ഉപ്പളക്കായൽ ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഒരു ജില്ലയിൽ മാത്രമേ ഉള്ളൂ വേമ്പനാട്ട് കായൽ, പക്ഷേ 3 ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ എന്താണ് ഏറ്റവും ചെറിയ കായൽ ചോദിച്ചാൽ അത് ഉപ്പളക്കായലാണ്. ഉപ്പളക്കായൽ ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു അല്ലേ? കേരളത്തിലെ ഏറ്റവും ചെറിയ കായൽ ഏതാണ്? ഉപ്പളക്കായലാണ്, കാസർഗോഡ് ജില്ലയിലാണ്. ഇനി നമുക്കറിയേണ്ടത് ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ അത് വേളി കായലാണ്, തിരുവനന്തപുരം ജില്ലയിൽ. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായണിക്കായൽ വരുന്നുണ്ട്. വെള്ളായണിക്കായൽ ശുദ്ധജല തടാകമാണ്. അപ്പം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ചോദിച്ചാൽ അതേതാണ്? വെള്ളായണിക്കായലാണ്. അപ്പോൾ അതും പഠിച്ചല്ലേ? അപ്പോൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ളത് വേളിയാണ്, വടക്കേ അറ്റം കാസർഗോഡ് ഏതാണുള്ളത്? ഉപ്പളയാണ്. അത് തന്നെയാണ് എന്ത്? ഏറ്റവും ചെറിയ കായലും. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. കേരളത്തിൽ 37 കായൽ, 7 ശുദ്ധജല തടാകം, അതിൽ 27 എന്താണ്? കടലുമായി ബന്ധമുള്ളതാണ്. ദെൻ വലിയ കായൽ വേമ്പനാട്ട് കായൽ, ചെറുത് ഉപ്പളക്കായൽ, തെക്കേ അറ്റത്ത് വേളി, വടക്കേ അറ്റത്ത് ഉപ്പളക്കായൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങളുടെ എണ്ണമാണ്. കേരളത്തിൽ എത്ര എണ്ണമുണ്ട്? 3 എണ്ണമാണുള്ളത്. എന്താണ് ഈ റംസാർ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ നമ്മുടെ തണ്ണീർത്തട വിഭവങ്ങളെയും തണ്ണീർത്തടങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെ എന്താണ് നിലവിൽ വന്ന ഒരു സംഘടനയാണ്, ഒരു ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി എന്ന് പറയുന്നത്.
ഇനി ആ റംസാർ ഉടമ്പടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറാനിലാണ് കേട്ടോ വരുന്നത്. റംസാർ ഇറാനിലായിരുന്നു വരുന്നത്. അത് നിലവിൽ വന്ന വർഷം ചോദിച്ചുവാണെങ്കിൽ ഏതാണ്? 1971. അപ്പോൾ 1971 നിലവിൽ വരുന്നത്. അപ്പൊ കേരളത്തില് 2002 3 കേന്ദ്രങ്ങളാണ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഏതൊക്കെയാണ്? ഈ പറഞ്ഞ വേമ്പനാട്ട്, ശാസ്താംകോട്ടയും അഷ്ടമുടിയും. 2002 3 കേന്ദ്രങ്ങളാണ് കേരളത്തിൽ നിന്ന് റംസാർ കേന്ദ്രത്തിൽ നിലവിൽ വന്നത്. അത് ഏതൊക്കെയാണ്? വേമ്പനാട്ട്, ശാസ്താംകോട്ട, അഷ്ടമുടി. അപ്പോൾ ഒരു കായലും കൂടി ഇനി നിലവിലേക്ക് വരാൻ പോകുന്നുണ്ട്. അത് റംസാർ ഉടമ്പടിയിൽ അംഗമാകാൻ പോകുന്നുണ്ട്. അത് കവ്വായി കായലാണ്, കണ്ണൂർ ജില്ലയിൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ 1971 ഈ പറഞ്ഞ റംസാർ സൈറ്റ് ഉടമ്പടി നിലവിൽ വരുന്നത്. കേരളത്തിൽ നിന്നുള്ള 3 കായലുകൾ അതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു പോയിന്റ് കൂടെ, ഇന്ത്യയിൽ ഇപ്പം നിലവിൽ എത്ര റംസാർ സൈറ്റുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 37. എത്രണ്ണാണ്? 37. കേരളത്തിൽ എത്രണ്ണാണ്? 3 അപ്പൊ അത്രയും പഠിച്ചു വെച്ചല്ലോ. ഇത്രയും പഠിക്കാൻ എളുപ്പമാണല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളും അതിനെക്കുറിച്ച് PSC ചോദിച്ച് കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമാണ്. അപ്പൊ ഇത്രയും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ 7 ശുദ്ധജല തടാകങ്ങളുണ്ടെന്ന് അല്ലേ. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച് കാണുന്ന ഈ പറയുന്ന ശാസ്താംകോട്ട കായലിനെ കുറിച്ചും അതോടൊപ്പം പൂക്കോട്ട് തടാകത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ വെള്ളായണി, ഈ 3 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇതിൽ തന്നെ നമുക്ക് വേമ്പനാട്ട് കിട്ടും. 2 വാവ വരുന്നുണ്ട് വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ ഇതാണ്, അത് ശാസ്താംകോട്ട തടാകമാണ്. ഏറ്റവും വലിയ ശുദ്ധജലം ചോദിച്ചാൽ ശാസ്താംകോട്ട. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനെ ചോദ്യം ഇതായിരിക്കും, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓപ്ഷൻ എയിൽ തന്നെ തരും വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ ബിയിൽ നമ്മുടെ ശാസ്താംകോട്ട. അപ്പൊ ശുദ്ധജലം എന്ന് പറയുമ്പോൾ തന്നെ അതിന് പേര് കിട്ടി, ശുദ്ധം ശാസ്താംകോട്ട അല്ലെ. ശുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പേര് വന്നു. ശുദ്ധജല തടാകം ചോദിച്ചാൽ ശാസ്താംകോട്ട. ഏത് ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് അല്ലെ. അപ്പോൾ കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം വരുന്നത്. അപ്പൊ ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് ഏതാണ്? അത് നമുക്കറിയാം, ശാസ്താംകോട്ട തടാകം അല്ലെ. ഇനി ശാസ്താംകോട്ട തടാകത്തിന് ഒരു ഷേപ്പ് ഉണ്ട്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ F ഷേപ്ഡ് ആയിട്ടാണ് നമ്മുടെ ശാസ്താംകോട്ട തടാകം കിടക്കുന്നത്. അപ്പോൾ ഫ്രഷ് വാട്ടറിന്റെ Fൽ നിന്ന് നമുക്ക് ഈ F കിട്ടിയില്ലേ? ഫ്രഷ് വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ F. അപ്പോൾ ഫ്രഷ് വാട്ടർ F ഷേപ്ഡ് ആയിട്ടുള്ള തടാകമാണ് ശാസ്താംകോട്ട കായൽ. ഇനി അടുത്തത് അറിഞ്ഞു വെച്ചിരിക്കുക, PSC ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. അതിന്റെ ആകെ വിസ്തീർണം ചോദിക്കാറുണ്ട്. എത്രയാണ്? 3.7 ആണ് ഒറിജിനൽ. പക്ഷെ PSCയുടെ ആൻസർ പ്രകാരം അത് 4 സ്ക്വയർ കിലോമീറ്റർ ആണ്. റൗണ്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. എത്രയാണ്? 4 സ്ക്വയർ കിലോമീറ്റർ എന്ന് പഠിച്ചു വെച്ചിരിക്കുക. എത്രയാണ്? 4 സ്ക്വയർ കിലോമീറ്റർ. അടുത്തത് ക്വീൻ ഓഫ് ലേക്സ്, കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. അപ്പോ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശാസ്താംകോട്ട തടാകത്തെയാണ്. അപ്പോൾ ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ശാസ്താംകോട്ട തടാകത്തെ കുറിച്ച് നമ്മൾ പഠിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ കാണപ്പെടുന്നത്. F ഷേപ്ഡ് ആയിട്ടുള്ള ലേക്കാണ് ശാസ്താംകോട്ട കായൽ എന്ന് പറഞ്ഞു. അതുകൂടാതെ അതിന്റെ വിസ്തീർണം എത്ര വരുന്നു? 4 സ്ക്വയർ കിലോമീറ്റർ. എന്റെ ലാസ്റ്റ് പോയിന്റ് എന്താണ്? ക്വീൻ ഓഫ് ലേക്സ്, കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട തടാകത്തെയാണ്. ഇനി അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട്ട് തടാകമാണ് അല്ലെ. അപ്പൊ പൂക്കോട്ട് തടാകത്തെ കുറിച്ചാണ് പറയുന്നത്. ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. നമ്മൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട്ട് തടാകം. അതോടൊപ്പം തന്നെ വേറൊരു ചോദ്യം ശ്രദ്ധിക്കുക, സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ചോദിച്ചാലും ഏതാണ്? അത് പൂക്കോട്ട് തടാകം തന്നെയാണ് അല്ലെ. അപ്പൊ കേരളത്തില് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പൂക്കോട്ട് തടാകമാണ്. ഏത് ജില്ലയിലാണെന്ന് നമ്മൾ പറഞ്ഞത്? വയനാട് ജില്ലയിലെ പൂക്കോട്ട് തടാകം അല്ലെ. അതോടൊപ്പം അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിച്ചേ. നമ്മുടെ കബനിയുടെ പോഷക നദിയായ പനമരം ഉത്ഭവിക്കുന്നത് ഏത് തടാകത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പൂക്കോട്ട് തടാകമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഒരു PQ ആണ്, മുൻവർഷത്തിൽ ചോദിച്ചു കണ്ടിരിക്കുന്ന ചോദ്യമാണ്. കബനി നദിയുടെ പോഷക നദിയായ പനമരം ഉത്ഭവിക്കുന്നത് പൂക്കോട്ടിൽ നിന്നാണ്.
അതോടൊപ്പം ഇനി 2 ചോദ്യങ്ങൾ കൂടി പഠിച്ചു വെക്കണം. ചോദ്യം ഇതാണ്, കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ചോദിച്ചാൽ ഏതാണ്? വെള്ളായണിക്കായലാണ്. ഏതാണ്? വെള്ളായണിക്കായൽ. ഓർത്തു വെക്കുക, തിരുവനന്തപുരം ജില്ലയിലാണ്. അതോടൊപ്പം വേറൊരു ചോദ്യമുണ്ട്, മാൻമെയ്ഡ് അതോടൊപ്പം തന്നെ PSC ചോദിച്ചു കാണുന്നൊരു ചോദ്യമാണ്, മനുഷ്യനിർമ്മിതമായ ശുദ്ധജല തടാകം ഏതാണ്? ഏതാണത്? മനാഞ്ചിറയാണ്. ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് മനാഞ്ചിറ വരുന്നത്. അപ്പോൾ മനാഞ്ചിറ തടാകം ഒരു മാൻമെയ്ഡ് തടാകമാണ് അല്ലെ. അതേത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ്. പഠിച്ചു വെച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയുമാണ്. ഇനി ഈ ശുദ്ധജല തടാകങ്ങളെ ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു കോഡ് പറഞ്ഞു തരാം. ഇവിടെ ശ്രദ്ധിക്കുക, ശുദ്ധ ശാസ്താവിന് വെള്ളപ്പൂക്കൊട്ട്. ഇതാണ് നമ്മുടെ കോഡ്. എന്താണ്? ശുദ്ധ ശാസ്താവിന് വെള്ളപ്പൂക്കൊട്ട്. അപ്പൊ ശുദ്ധം എന്ന് ഉദ്ദേശിക്കുന്നത് ശുദ്ധജല തടാകത്തെയാണ്. ശ്രദ്ധിക്കുക, ശാസ്താവ് എന്ന് ഉദ്ദേശിക്കുന്നത് ശാസ്താംകോട്ട തടാകത്തെയാണ്. എന്താണ്? ശാസ്താംകോട്ട. വെള്ള എന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളായണിക്കായലിനെയാണ്. വെള്ളായണി. പൂക്കെട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പൂക്കോട്ട് തടാകത്തെയാണ്. അതോടൊപ്പം നമ്മൾ പറഞ്ഞു, പൂക്കോട്ട് തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ്. കബനി നദിയുടെ പോഷക നദിയായ പനമരം ഉത്ഭവിക്കുന്നത് പൂക്കോട്ട് തടാകത്തിൽ നിന്നാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ശുദ്ധജല തടാകം ചോദിച്ചാൽ മനാഞ്ചിറയാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ചോദിച്ചാൽ അതേതാണ്? വെള്ളായണിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധം ശാസ്താംകോട്ട. ശുദ്ധം ശാസ്ത ഓർത്ത് വെക്കാൻ എളുപ്പമാണല്ലോ. അപ്പൊ ഇത്രയുമാണ് കേരള PSCയിൽ ശുദ്ധജല തടാകങ്ങളെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷേപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കായലുകളും PSC ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നാളെ 6 മണിക്ക് ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ക്ലാസ്സുകളൊക്കെ അൺഅക്കാഡമിയിൽ ഞാൻ നൽകുന്നുണ്ട്. ഞാൻ അൺഅക്കാഡമിയിലെ ഒരു വെരിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റർ ആണ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ സൗജന്യമായിട്ടും പെയ്ഡ് ആയിട്ട് അൺഅക്കാഡമിയിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അൺഅക്കാഡമി ആപ്ലിക്കേഷൻ ഇതുവരെയും ഡൗൺലോഡ് ചെയ്യാത്തവരൊന്ന് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എല്ലാ ദിവസവും 3 മണിക്ക് മുൻവർഷത്തെ ചോദ്യ പേപ്പറിനെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരുപാട് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകളും ഡെയിലി ക്വിസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തികച്ചും സൗജന്യമാണ്. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പെയ്ഡിലേക്ക് വന്നാൽ മതി. ആരും നിങ്ങളെ പെയ്ഡിലേക്ക് വരാനായിട്ട് നിർബന്ധിക്കുന്നില്ല. ഇതുപോലെ തന്നെ ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ അൺഅക്കാഡമി ലഭിക്കുന്നതാണ്. അപ്പോൾ അൺഅക്കാഡമി ക്ലാസ്സിൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ആദ്യമേ തന്നെ അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് എന്ന് പ്ലേ സ്റ്റോറിൽ പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ വരും. അത് ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ അൺഅക്കാഡമിയുടെ ഹോം പേജിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മളുടെ ഫോൺ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു. ഇനി അതിനുശേഷം നിങ്ങളുടെ പേരും ഇമെയിൽ ID കൊടുക്കുക, സ്റ്റേറ്റും കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP വന്നു. നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ അൺഅക്കാഡമി പേജിലേക്ക് പോയി അവിടെ സെർച്ച് ഗോളിൻ്റെ ഭാഗത്ത് ഒന്നല്ലെങ്കിൽ കേരള PSC എന്നോ അല്ലെങ്കിൽ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കേരള PSC എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കേരള PSC ആക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും കോൾ മാറി കിടക്കുമായിരിക്കും. ഇപ്പോൾ നമ്മൾ കേരള PSCയുടെ പേജിലേക്ക് വന്നു. ഇതൊക്കെ ലൈവ് ക്ലാസ്സുകളാണ്, സൗജന്യ ലൈവ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ കമൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ വെരിഫിക്കേഷൻ ചെയ്യുക കേട്ടോ. താഴെ കൊടുത്താൽ മതി, ഇമെയിൽ ID വെരിഫിക്കേഷൻ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൻ്റെ അവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഷ്ന ഷാജി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ വരും. അവിടെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാകും. ഇതെൻ്റെ ഫ്രീ ക്ലാസ്സാണ്. നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നത് ലൈവായിട്ടായിരിക്കും. താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ഡൗട്ട് ചോദിക്കാനും അതിനിടയ്ക്ക് എന്തൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പേജാണ് ഇവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിന് എടുക്കാൻ പറ്റുന്നത്. ലൈവ് ക്ലാസ്സിന് വരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് റെക്കോർഡിംഗ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇത് സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകളാണ്, തികച്ചും ഫ്രീ ക്ലാസ്സുകളാണ്. ദെൻ കേരള PSCയിൽ ഈ നടക്കുന്ന ക്ലാസ്സുകളൊക്കെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും സംശയമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ദിവസവും ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. അങ്ങനെയുള്ളവർക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്.